എന്നെ ഈ അധ്യക്ഷനും ഉദ്ഘാടകനും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ആരെയാണ് ആദ്യമായിട്ട് സംബോധന ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പരിചയം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആക്ച്വലി അച്ഛൻ ഞങ്ങളുടെയും കൂടി എൻ്റെയും കൂടി സെമിനാരിലെ ഒരു പ്രീഫെക്റ്റ് ബ്രദറായിരുന്നു. അപ്പോൾ കാർമലയിൽ വെച്ചുള്ള പരിചയമുണ്ട്. പിന്നെ OGS സഭയുടെ വികാരി ജനറലാണ് നമ്മുടെ ആദരണീയനായ പോൾ സണി അച്ഛൻ, നമ്മുടെ ആത്മീയ പിതാവ്. ബഹുമാനപ്പെട്ട ജയ്സൺ അച്ഛൻ ആലപ്പുഴയിൽ സെമിനാരിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയപ്പെട്ട ബോബി, ജോബി, പ്രിയ ആന്റണി, പ്രിയ സിസ്റ്റേഴ്സ്, അച്ഛന്മാരെ, പ്രിയമുള്ളവരെ, ഞാനൊരു മുന്നോടിയായിട്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെപ്റ്റംബർ മാസത്തിൽ അംബ്രോസ് പിതാവ് ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നടക്കുവാൻ പോകുന്ന മഹാസമ്മേളനത്തിൻ്റെ പ്രാരംഭം കുറിച്ച് കോട്ടപ്പുറം രൂപതാംഗങ്ങൾ ഇവിടെ ചേരുന്നതിലുള്ള ഈ ഒത്തുവരവിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞാനൊരു അതിഥിയാണ്, എന്നാലും നിങ്ങൾ സ്നേഹപൂർവ്വം സ്നേഹിച്ച് ഉപചാരത്തോടുകൂടി സ്വീകരിക്കുന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. കോട്ടപ്പുറം രൂപത വലിയൊരു ചരിത്രത്തിന് അവകാശികളാണെന്നറിയാം. രണ്ട് വലിയ പുഴ കോട്ടപ്പുറത്തിന് അതിർത്തി തീർക്കുന്നുണ്ട്. ഭാരതപ്പുഴയെ ഏകദേശം കോട്ടപ്പുറം രൂപതയുടെ നടുവിലൂടെയും അതുപോലെ തന്നെ പെരിയാർ ഒഴുകിയും തിരിഞ്ഞുമൊക്കെ അതിന് ചുറ്റും വളയം വെച്ചൊക്കെ നടക്കുന്നു. അറബിക്കടൽ അതിൻ്റെ അതിർത്തിയാണ്. അതേസമയം തന്നെ മലനിരകൾ, നമ്മുടെ ഷോളയാറ്, പിന്നെ അതുപോലെ തന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ, അതെല്ലാം കൂടി ഒഴുകിയൊക്കെ എത്തുന്ന കൊച്ചി അഴിമുഖം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ വലിയ കടലും കായലും പരസ്പരം ചേർന്ന മുസീരിയസ് സംസ്കാരത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. വിശുദ്ധ തോമാസ്ലിയ കാലുകുത്തിയ കൊടുങ്ങല്ലൂർ അതിൻ്റെ ആത്മീയ പാരമ്പര്യത്തിനൊക്കെ അവകാശികളാണ് കോട്ടപ്പുറം രൂപത. അതുകൊണ്ട് ചരിത്രം കൊണ്ടൊക്കെ ഭാരതത്തിൽ ആദ്യമേ തന്നെ ചാർത്തപ്പെടുന്ന ഈ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്ന് അറിയുന്നതിൽ എനിക്ക് അതീവ സന്തോഷവും അതിൽ വലിയ ആത്മീയ അഭിമാനവുമുണ്ട്. പിന്നെ ഞങ്ങൾ ആലപ്പുഴക്കാർ പറയാറുണ്ട്, അവിടെ ഈ അർത്തുങ്കലിലുണ്ടായ ഒരു 1500കളിലൊക്കെ രൂപപ്പെട്ടു വന്ന 1560 ശേഷമൊക്കെ രൂപപ്പെട്ടു വന്ന അവിടെ ഉണ്ടായ ഒരു വിശ്വാസ മിഷണറി പാരമ്പര്യത്തിൻ്റെ അവകാശികൾ കുറേ പേര് കോട്ടപ്പുറത്തിൻ്റെ പല സ്ഥലങ്ങളായിട്ട് പള്ളിപ്പുറത്തോടെയായിട്ടൊക്കെ മാറി താമസിക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങളും പറയാറുണ്ട്. ഏതായാലും നമ്മളൊക്കെ ചരിത്രമൊക്കെ വളരെ നിങ്ങൾ ആദരവോടുകൂടി സൂക്ഷിക്കേണ്ട വലിയ അവകാശികളാണ് കോട്ടപ്പുറം രൂപത. പിന്നെ റോമിൽ ഇത്രയും പേര് കോട്ടപ്പുറത്തുനിന്നുണ്ട്, റോമിൽ ലിറ്റയിലുണ്ടെന്നുള്ളത് വലിയ സന്തോഷം. മച്ചറാത്തയിലെ പ്രധാനപ്പെട്ട ഒരു അവിടെ ഉള്ള കേരള സമൂഹത്തിൻ്റെ വലിയൊരു ഭാഗം കോട്ടപ്പുറം രൂപതയിൽ നിന്നുള്ളതാണെന്നുള്ളതും വലിയ ഒരു സമൂഹമായിട്ട് ഇവിടെ ഉണ്ട്. മച്ചറാത്ത അതെവിടെയാണ്? നാപ്പോളി എന്നുള്ളവരുണ്ട്. അപ്പൊ തെക്കും വടക്കുമായിട്ടും കിഴക്കായിട്ടും പടിഞ്ഞാട്ടോട്ടൊക്കെ യു ആർ നൈസ് ദാറ്റ് യു ആർ ഹിയർ സോ മെനി. ഇപ്പോൾ ഞാനിതൊക്കെ ചുമ്മാ ഇവിടെ നിന്ന് ആരും പറഞ്ഞു തന്നൊന്നുമല്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇതുമായിട്ടൊക്കെയുള്ള ചില അനുബന്ധ വിചാരങ്ങളുള്ളപ്പോൾ കോട്ടപ്പുറം രൂപത വളരെ പ്രാധാന്യമുള്ള ചരിത്രപരമായിട്ട് വേരുള്ള ഒരു വലിയ സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാനിവിടെ നീലച്ഛനെ കാണുന്നത്. അദ്ദേഹം കർമ്മലഗിരിയിലെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട താരമാണ്. അച്ഛനെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷവും തോന്നി. ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും
ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ കാര്യത്തിലും കൂടി മറക്കരുതല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെയുള്ള തറവാടൊക്കെ നമുക്ക് നല്ലതാണ്. തറവാട് നമുക്ക് ഒരു ഐഡന്റിറ്റി നൽകും, ഒരു സ്വത്വബോധം. ഈ സ്വത്വബോധം വളർത്തണം, അത് കൂട്ടായ്മയ്ക്ക് സഹായിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു അപകടം ഇരിപ്പുണ്ട്. ഐഡന്റിറ്റി അറ്റ് ദ കോസ്റ്റ് ഓഫ് കമ്മ്യൂണിയൻ ഈസ് വെരി വെരി ഡേഞ്ചറസ്. സ്വത്വബോധം വളർത്തി വളർത്തി നമ്മൾ വലിയ തറവാടിൽ നിന്ന് പുറത്തേക്ക് പിരിഞ്ഞു പോകാതിരിക്കുവാൻ, ഛിന്ന ഭിന്നമാകാതിരിക്കുവാനും കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മുടെ വലിയ ഒരു തറവാടാണ് നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ. മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഉള്ളവർ. ദൈവം ഒരു തറവാടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ്. അതിൽ നിന്നൊക്കെയാണ് നാം നമ്മുടെ ചൈതന്യവും നമ്മെ നയിക്കേണ്ട ഊർജവും ഫിലോസഫിയും അതുപോലെ തന്നെ സംസ്കാര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനങ്ങളൊക്കെ കണ്ടെത്തേണ്ടത്. കൂട്ടായ്മകൾ ഒത്തുവരുമ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൺസേണിലൂടെയാണ്, പരിഗണനയിലൂടെയാണ്. പരസ്പരമുള്ള പരിഗണനയാണ് കൂട്ടായ്മയുടെ ആധാരം. നമുക്ക് മറ്റുള്ളവരെ പറ്റി ചിന്ത വേണം. നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരെ പറ്റിയുള്ള ചിന്ത വേണം, രോഗികളെ പറ്റിയുള്ള ചിന്ത വേണം, നമ്മുടെ കുടുംബങ്ങളെ പറ്റിയുള്ള ചിന്ത വേണം, നാടിനെ പറ്റിയുള്ള ചിന്ത വേണം. നാം എപ്പോഴും ഇങ്ങോട്ട് സ്വീകരിക്കുന്നവർ മാത്രമല്ല, നൽകുമ്പോഴാണ് നമ്മളിൽ ദൈവിക അംശം വളരുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം നൽകലാണ്, മനുഷ്യൻ്റെ സ്വഭാവം വാരിക്കൂട്ടലാണ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ വളർച്ചയിൽ എപ്പോഴും ഉണ്ടാകാം. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ നന്മകൾക്ക് അവകാശി, അനുഗ്രഹത്തിന് ചേർന്ന് പോകുന്നത്? ആർക്കാണ് ഈ നന്മയെ നിലനിർത്തുവാനാകുന്നത്? അതുകൊണ്ട് ഈ കൂട്ടായ്മ വളരുമ്പോൾ പരസ്പരമുള്ള പരിഗണന കൂട്ടി നമ്മുടെ ഇടയിലുള്ളവരൊക്കെ തന്നെ താങ്ങി നിർത്തി ഒരുമിച്ച് കൊണ്ടുവരണം. ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വളരെ ആവേശത്തോടെ തുടങ്ങും, വളരെ പെട്ടെന്ന് അത് ഛിന്ന ഭിന്നമാകാറുണ്ട്. ചിലപ്പോൾ അതിൽ ഈശോ എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച പാഠം തന്നെയാണ് ഉള്ളത്. നമ്മിൽ ആരാണ് വലിയവനെന്നുള്ള ചിന്ത വന്നാൽ മതി. ആർക്കാണ് അധികാരം, ആരാണ് പ്രസിഡന്റ്, ആരാണ് സെക്രട്ടറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുക, അതാണ് നല്ലത്. പക്ഷെ കുറെ കഴിയുമ്പോൾ ഇത് സ്ഥാനമാണ്, മാനമാണ്, അധികാരമാണെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് അതിൻ്റെ പിറകെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇത് നല്ല കൂട്ടായ്മകൾ വളരെ പെട്ടെന്ന് ചിതറിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷ പാഠം തന്നെയാണ് ഒത്തുവരവിന് ഏറ്റവും നല്ലത്. നിങ്ങൾ ഒന്നാമൻ എല്ലാവരും ദാസനാണ്. പരസ്പരം സേവിക്കുവാൻ, പരസ്പരം പങ്കുവെക്കുവാൻ, വേദനയുള്ളവർക്ക് അത്താണിയാകുവാൻ, ആശ്രിതർക്ക് അഭയമാകുവാനൊക്കെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എല്ലാ കൂട്ടായ്മകളും ശക്തി പ്രാപിക്കും. നമ്മളെല്ലാം വലിയ അനുഗ്രഹത്തിന് അവകാശികളാണ്. കോട്ടപ്പുറത്തിനുള്ള ഈ വലിയ പാരമ്പര്യം, ഒരു 2 നൂറ്റാണ്ടുകളുടെ എങ്കിലുമുള്ള, 2 സഹസ്രാബ്ദത്തിൻ്റെ എങ്കിലുമുള്ള ഈ പാരമ്പര്യം, അതിന് അവകാശികളായി നിങ്ങൾ കൂടുതൽ നല്ല മനുഷ്യരായി, കൂടുതൽ സ്നേഹിതരായി, കൂടുതൽ സഹകരിക്കുന്ന മറ്റുള്ളവർക്ക് മാതൃകയായി നമ്മുടെ ഇവിടെയുള്ള ഒത്തിരി പേരെ നിങ്ങളുടെ മാതൃക പ്രചോദിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഞാൻ നല്ല ദിനം നേരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി നമ്മുടെ രൂപത സെക്രട്ടറി സസ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. റിപ്പോർട്ട്. റോമിലെ ലത്തീൻ കമ്മ്യൂണിറ്റിയായ ബസലിക്ക സാൻ ജോവാനി ഫെറന്റീനിയിൽ ഞങ്ങളുടെ ഇടയനായ ഫാദർ പോൾ സണ്ണിയുടെ കൂടെ കോട്ടപ്പുറം രൂപതാ സംഗമത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് റോമിൽ ലത്തീൻ മലയാളി കമ്മ്യൂണിറ്റി തുടങ്ങിയിരുന്നു. കേരളത്തിലെ ലത്തീൻ രൂപതകളിലെ
പല ഇടവകകളിൽ നിന്നുള്ള ഒരു വലിയ കൂട്ടം ജനങ്ങൾ മലയാളം കമ്മ്യൂണിറ്റിയിൽ വരികയും ബലിയർപ്പണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ കോട്ടപ്പുറം രൂപതയിലെ ചുരുക്കം ചില അംഗങ്ങൾ സ്ഥിരമായി വരുന്നവരും മറ്റു ചിലർ ഇടയ്ക്കിടെ വരുന്നവരുമുണ്ടായിരുന്നു. മറ്റുള്ള രൂപതകളിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും കൂട്ടായ്മ നടത്തുകയും തിരുനാളുകൾ നടത്തുകയും ചെയ്തിരുന്നപ്പോഴും കോട്ടപ്പുറം രൂപതക്കാരായ സ്ഥിരമായി പോകുന്ന കുറച്ച് അംഗങ്ങളുടെ പങ്കാളിത്തം മാത്രമേ നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 2023 ഒക്ടോബർ 8 കോട്ടപ്പുറത്തിന്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇരിക്കുന്നത് എന്ന് ഇതുവരെ കേട്ട സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ വന്ന ഉടനെ തന്നെ നല്ല രുചികരമായ ഭക്ഷണം, അത് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞ് ഇവിടെ എത്തി കലാവിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് ഇടയ്ക്കുള്ള കുറച്ച് സമയം ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന്, പ്രത്യേകിച്ച് ഈ ഒരു ആദ്യ സംരംഭത്തിൽ നമുക്ക് ദൈവപരിപാലനയിലാണ് അഭിമന്യ പിതാവിന് ഇന്ന് ഇവിടെ കിട്ടിയത് എന്ന് എനിക്ക് തോന്നുകയാണ്. പല കാര്യങ്ങളും ആകസ്മികമായോ യാദൃശ്ചികമായോ ഒക്കെ നടക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ഇതിലൊരു ദൈവപരിപാലനയുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനം. അതാണ് എന്ന് വിചാരിച്ച് അല്ല ഇതിന്റെ സംഘാടകര് ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത് എങ്കിലും അത് ദൈവപരിപാലനയിൽ ഈ ഒരു സന്ദർഭത്തിന് ഏറ്റവും ഉചിതമായ ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം. ഇതൊരു കുടുംബ കൂട്ടായ്മയാണ്. കോട്ടപ്പുറം രൂപതയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള അംഗങ്ങൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് റോമിലും അതുപോലെ ഇപ്പോൾ നൊച്ചേറയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ചിലർക്കൊക്കെ വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും സാധിച്ചിട്ടില്ല. എങ്കിലും അവരുടെ ഒരു ആത്മീയ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുന്നത് അത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഇവിടെ വായിച്ചു കേട്ട റിപ്പോർട്ടിൽ നിന്നും അഭിമന്യ പിതാവിൽ നിന്നും ഇപ്പോൾ സന്യാസിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ്. അതെവിടെ തുടങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഇന്നത്തെ ഈ ദിനത്തിന്റെ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഈ തിരുനാൾ പ്രസക്തമാകുന്നത്. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കൂട്ടായ്മ, അതിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കപ്പെട്ടവരാണ്. നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോ പരിശുദ്ധ ത്രിത്വമാകുന്ന ആ വലിയ സ്നേഹക്കടലിലേക്ക് മുങ്ങിയവരാണ് നമ്മൾ. മാമോദീസ മുങ്ങിയത് അനുഗ്രഹത്തിന്റെ കടലിലേക്ക് മുങ്ങപ്പെട്ട അനുഗ്രഹീതരാണ് നമ്മൾ എന്ന് ഓർക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു അനുഗ്രഹീതരായ നമ്മളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് എന്നോർക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമില്ല. ആ ഒരു സന്തോഷം അത് പ്രകടിപ്പിക്കുന്നതിന് പല വഴികളുണ്ട്. അതാണ് ഇന്ന് ഇതിന്റെ സംഘാടകര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ട ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നില് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പല ഘട്ടങ്ങളിലായി പലരും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒന്ന് ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ സംഘാടകരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യാം. ഇങ്ങനെ ഒരുമിച്ച് ചേരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കോട്ടപ്പുറം രൂപതയില്
അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് വന്നതിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് ചേരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ ഈ ഒരു സന്ദർഭം അതിനുകൂടെ ഞാൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും കോട്ടപ്പുറം രൂപതയിൽ ഇതിൽ പങ്കുചേർന്നുകൊണ്ട് ഇറ്റലിയില് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പേരിൽ അഭിവന്യ പിതാവിന് ഈ പുതിയ രൂപതയുടെ പുതിയ സാരഥ്യം ഏറ്റെടുത്തതിന്റെ എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളും ആശംസകളും കൂടെ ഞാൻ അർപ്പിക്കുകയാണ്. ഇവിടെ ഒരു അനുഗ്രഹ ഒരു പ്രഭാഷണം നടത്തണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിവിടെ ഒരുമിച്ച് ചേരുന്ന ഈ ഒരുമിച്ച് ഒത്തുചേരൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന മാമോദീസ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കുള്ള ഒരു മുങ്ങലാണ് എങ്കിൽ അതിൽ നിന്ന് ആ ഒരു ചൈതന്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. നമുക്ക് ഈ കൂട്ടായ്മയുടെ അതിൽ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസ കൂട്ടായ്മയാണ് ഒരു ഇടവകയായിരുന്നാലും ഒരു രൂപതയായിരുന്നാലും. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നവരെല്ലാവരും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് ഇവിടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുന്നവരാണ്. അതിന് നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട പോൾ സണ്ണി അച്ഛനാണ്. ഇവിടെ അച്ഛന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ നിന്നായി വന്നു ചേർന്നിട്ടുള്ള നമ്മളെല്ലാവരും ഒരുമിച്ചൊരു കൂട്ടായ്മയാകാൻ അതിന് അച്ഛൻ ഒത്തിരിയേറെ ഇതിനുണ്ടായിരുന്ന സനു അച്ഛനും അതിനു മുൻപ് ഉണ്ടായിരുന്ന ആന്റണി അച്ഛനും അതിനു മുൻപുണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഒത്തിരിയേറെ പരിശ്രമിച്ച് നമ്മളെ നയിക്കുകയായിരുന്നു. തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴും ഈ കൂട്ടായ്മയുടെ പിതാവ് പ്രത്യേകിച്ച് സൂചിപ്പിച്ചു, നമ്മള് ഈ വലിയ കൂട്ടായ്മയെ ബലപ്പെടുത്തുന്ന വിധത്തിലുള്ള ചെറിയ കൂട്ടായ്മകളാകണം. അത് ഈ ഒരു വിധത്തിലാകുമെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടൊരു കൂട്ടായ്മയാകുമ്പോൾ ആ വിധത്തിൽ നമ്മൾ വളർന്നു വരും എന്നതിന് സംശയമില്ല. എന്താണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. വിളിക്കപ്പെട്ടിരിക്കുന്നവരും അതിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്താണ് ആ സംസ്കാരം? സ്നേഹത്തിന്റെ സംസ്കാരമാണ്, സമാധാനത്തിന്റെ സംസ്കാരമാണ്, ഐക്യത്തിന്റെ സംസ്കാരമാണ്. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം വളർത്തുവാനായി ഇവിടേക്ക് അയക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നുകൂടെ ചിന്തിക്കണം എന്നെനിക്ക് തോന്നുകയാണ്. നിങ്ങളിവിടെ പല കാരണങ്ങൾ കൊണ്ട് വന്നവരാണ്, ജോലി തിരക്കി വന്നവരാണ്, പല സാഹചര്യങ്ങൾ ആണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. പലരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ വളർന്നു വരുന്നതിന് ദൈവം ഇടയാക്കി. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നില് ഒരു ലക്ഷ്യമുണ്ട്. ദൈവം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്, ഒരു കൂട്ടായ്മയായി നമ്മൾ വളർത്തുന്നുണ്ട് എങ്കിൽ ഇവിടെ ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മൾക്ക് വലിയ വേറൊരു വശത്തോട് ചിന്തിക്കുമ്പോൾ വലിയ അനുഗ്രഹീതരാണ്. എന്തുകൊണ്ടാണ് ഈ റോമ നഗരത്തില് ഈ കാലഘട്ടത്തിൽ ആയിരിക്കുവാനും നമ്മുടെ വിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും നമുക്കിടയായി ആകുന്നു എന്ന് പറയുന്നതിന്റെ വലിയ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അത് നമുക്കൊന്ന് തിരിച്ചറിയാം. ഈ കൂട്ടായ്മ വളരുന്നതിന് എന്തെല്ലാം വിധത്തിൽ നമുക്ക് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ അച്ഛന് എടുത്തു പറഞ്ഞു, ഈ ചെറിയ സമൂഹം അല്ലെങ്കിൽ മുൻകൈയെടുത്ത ഒരു ചെറിയ സമൂഹം അത് ഇത്രയേറെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു വലിയ തരംഗമുണ്ടാക്കി, ഒരു സുനാമി ഉണ്ടാക്കി. ഇവിടെ ലോകത്തില് എല്ലായിടത്തും അറിഞ്ഞു കോട്ടപ്പുറം രൂപതയുടെ അംഗങ്ങളായ സഹോദരങ്ങൾ റോമിൽ ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേരുന്നു എന്ന്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു പരസ്യത്തിന്റെ പിന്നില് ഈ മാർപ്പാപ്പ സംഘടിപ്പിച്ച പിള്ളേരുടെ സംഗമത്തിന്റെ ശോഭ മങ്ങിയോ എന്ന് അച്ഛൻ സംശയം പ്രകടിപ്പിച്ചു. ഇവിടെ
തീർച്ചയായിട്ടും ഒരു നല്ലൊരു അർത്ഥത്തിൽ എടുക്കാം നമുക്കതിനെ. നമ്മൾ ചെറിയ ഒരു കൂട്ടായ്മയാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ്. ആ വലിയ കാര്യം എന്നത് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തുക എന്നതാണ്. അതിനുവേണ്ടി ഈ ഇന്ന് തുടങ്ങി വച്ചിരിക്കുന്ന പിതാവ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി, ഇത് എന്ന് തുടക്കത്തിൽ നമ്മളെല്ലാവരും ആരംഭശൂരത്വം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ആരംഭം മാത്രമല്ല, അത് നല്ല സ്പിരിറ്റിൽ എടുക്കാം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്ന ആ രീതിയിൽ എടുക്കാം. നമ്മൾ ഇന്ന് ഒരു തുടക്കം നന്നായി തുടങ്ങി വെക്കുന്നു. അത് മുന്നോട്ടുള്ളൊരു കുതിപ്പാകട്ടെ. ദൈവാനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഉള്ള ഒരു കുതിപ്പ് ആകട്ടെ ഇന്നത്തെ ഈ ഒത്തുചേരൽ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അത് വാക്കുകൊണ്ട് പറഞ്ഞു വെക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, അത് എവിടെ നിന്ന് തുടങ്ങണം? ആ കൂട്ടായ്മ എവിടെ, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സംസ്കാരത്തിന്റെ വളർച്ച എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. ഈ കുഞ്ഞുമക്കള് ഇന്നിവിടെ നമ്മള് മറ്റുള്ളവരോടും കൂടെ മറ്റ് രൂപതകളിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെയും കൂടി ചേർത്തിട്ടാണ് പല കലാപരിപാടികളൊക്കെ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും. നല്ല കാര്യമാണ്. അത് കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ മറ്റു തലമുറകളിലേക്ക് വളർന്നു വരാൻ തക്കവിധം വലിയൊരു സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തിയെടുക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിക്കാം. അപ്പൊ ഈ കൂട്ടായ്മ അങ്ങനെ ഒരു സ്നേഹ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് നല്ലൊരു നാഴികക്കല്ലാകട്ടെ, ഒരു ചവിട്ടുപടിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനു വേണ്ടുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും സർവേശ്വരൻ നമുക്കായി നൽകും എന്നത് തീർച്ചയാണ്. ചിലതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാല് ചിലതൊക്കെ നേടിയെടുക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോ രൂപയുടെ കാര്യവും അല്ലെങ്കിൽ മറ്റുള്ള സംഘടിപ്പിക്കുന്ന സസ്മിയുടെ ജോബിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സമയം രാത്രിയിൽ വരെ വളരെ വൈകുന്നത് വരെയൊക്കെ സമയം കണ്ടെത്തി ജോലി ചെയ്യുന്നതിന് പുറമെ മറ്റു സമയം കണ്ടെത്തിയിട്ടൊക്കെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, ഒരു നന്മ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഒരു വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാല് ചിലത് നേടാൻ കഴിയൂ എന്ന് നമുക്കറിയാം. അപ്പോ പ്രധാനമായിട്ടും ഉപേക്ഷിക്കേണ്ടത് എന്താണ്? സ്നേഹത്തിന്റെ ഒരു സംസ്കാരം വളർത്തുന്നതിന് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നത് താൻ മാത്രം തനിക്ക് മതി എന്നുള്ള ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള, തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ള ചിന്തയും തൻ്റെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും മാത്രം കണക്കുകൂട്ടിയുള്ള ബന്ധങ്ങളും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാം സ്വയം മറന്നുള്ള ഒരു സ്നേഹത്തിലേക്ക്, അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തില് ഭാര്യയും ഭർത്താവും പരസ്പരം മറന്ന് അല്ലെങ്കിൽ പരസ്പരം നൽകി വളർത്തിയെടുക്കുന്ന ഒന്നാണ് കുടുംബ കൂട്ടായ്മ. അവിടെ പോലും ഇന്ന് ഈ സ്വാർത്ഥ ചിന്ത വന്നിട്ട് ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ കൂട്ടായ്മയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിമന്യ പിതാവിന്റെയും അച്ഛന്മാരുടെ എല്ലാ ദിവസവും ഉള്ള പ്രാർത്ഥന. സിസ്റ്റേഴ്സും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ നല്ല കെട്ടുറപ്പുള്ള കുടുംബത്തിൽ സ്നേഹത്തിന്റെ സംസ്കാരം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകിയാൽ അത് കൂട്ടായ്മയിലേക്ക് വളർന്നു വരും, നമ്മുടെ ഇടവകയിലേക്ക് വളർന്നു വരും. ഇവിടെ നമ്മളിന്ന് പൈതൃകമായിട്ട് ഓർക്കുന്നു, ഇന്നിവിടെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞു. ഈ ഉറങ്ങുന്ന കല്ലുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പഴയൊരു സ്നേഹത്തിന്റെ സംസ്കാരമുണ്ട്. ഇന്ന് അത് തട്ടി ഉണർത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചേരുന്നത് അങ്ങനെ ഒരു വിപ്ലവത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് സ്വീകരിക്കാം. അതിന് ഉതകുന്ന വിധത്തിൽ എല്ലാ മതിലുകളെയും അതിർവരമ്പുകളെയും മറികടന്ന് ഒരു സ്നേഹത്തിന്റെ വിപ്ലവം, സ്നേഹത്തിന്റെ ഒരു കൊടുങ്കാറ്റ് വീശത്തക്ക വിധത്തിൽ കോട്ടപ്പുറം രൂപതയിൽ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത് സന്യാസിന്റെ നേതൃത്വത്തിൽ ഈ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ വളർന്നു വരുന്ന സ്നേഹത്തിന്റെ സംസ്കാരം അത് ഈ നാടിന്
ഈ ലോകത്തിന് തന്നെ ഒരു സാക്ഷ്യവും പ്രചോദനവുമാകട്ടെ. അതിനെ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, പിതാവിന് ഇനിയും അടുത്തൊരു പ്രോഗ്രാമുണ്ട്. അപ്പൊ പിതാവ് പോകുന്നതിന് മുമ്പ് കോട്ടപ്പുറംകാരി ഓർക്കസ്ട്രയൊക്കെ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഒരു പാട്ട് പിതാവ് കേട്ടിട്ട് പോകാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ജെയ്സനാണ്, കോട്ടപ്പുറത്ത് തന്നെയുള്ള ജെയ്സനാണ് ഈ തുടക്കത്തിലുള്ള പാട്ട് പാടുന്നത്, ഭക്തിഗാനം. താങ്ക് യു. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെയും തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. സ്നേഹബഹുമാനപ്പെട്ട ജെയിംസ് ആനവരമ്പിൽ പിതാവേ, പോൾ സണ്ണിയച്ച, ജോണച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റർ, ഈ സംഗമത്തിൻ്റെ ഭാരവാഹികളെ, കോട്ടപ്പുറം രൂപതയുടെ അഭിമാനമുള്ള പ്രിയ രൂപത മക്കളെ, രൂപതാംഗം എന്ന നിലയിലും ഈ സംഗമത്തിൽ വരാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഈ ബ്രോഷറിൽ സംഗമം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന സ്വാഗത പ്രസംഗർ മുതൽ പ്രമുഖരായ എല്ലാവരും ഈ കൂട്ടായ്മയ്ക്ക്, ഈ സംഗമത്തിന് ഉപയോഗിച്ച വാക്ക് കൂടുതലും കൂട്ടായ്മ എന്നാണ്. എനിക്ക് ആ വാക്കിനോടാണ് കൂടുതൽ താല്പര്യം. കാര്യം, കൂട്ടായ്മ എന്നുള്ള വാക്കിന് വലിയൊരു ആത്മീയതയുണ്ട്. ആ ആത്മീയത തുടക്കം തന്നെ അപ്പോസ്തല പ്രവർത്തനന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. ആദിമ ക്രൈസ്തവ കൂട്ടായ്മ. അപ്രകാരം നമ്മുടെ ഈ കൂട്ടായ്മ ഇത് പ്രവാസികളായ നമുക്ക് ഒന്നിച്ചു കൂടുവാനും നല്ല മലയാളി ഭക്ഷണം കഴിക്കുവാനും ഡാൻസും പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി പരിചയമുള്ളവരൊക്കെ കണ്ട് പോകുവാൻ മാത്രമുള്ള ഒരവസരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിന് വലിയൊരു ആത്മീയ തലമുണ്ട്. ഈ മറ്റ് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുഗ്രഹീതമാക്കുന്ന ഒരു ലെവൽ ഉണ്ട്, ഒരു ആത്മീയ സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്രകാരം കോട്ടപ്പുറം രൂപത മക്കളുടെ കൂട്ടായ്മ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിൽ നിറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ജോണച്ചൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദൈവത്തിലെ 3 ആളുകളുടെ കൂട്ടായ്മ ആഘോഷിക്കുന്ന വലിയ ഈ അനുഗ്രഹീതമായിട്ടുള്ള ഞായറാഴ്ച നമ്മുടെ രൂപതാ മക്കളുടെ കൂട്ടായ്മ ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ബന്ധങ്ങൾ പുതുക്കുവാനും പരസ്പരം കാണുവാനും പരസ്പരം സപ്പോർട്ട് ചെയ്യുവാനും പരസ്പരം അറിയുവാനും കൂടെ നിൽക്കുവാനും ഒക്കെയുള്ള വലിയൊരു അവസരമായിട്ട് ഞാനിത് കാണുകയാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഇന്ന് ഇവിടെ കടന്നു വരുമ്പോൾ എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ജെയ്സനും മറ്റ് ഒരു സുഹൃത്തിനെയും വർഷങ്ങൾക്ക് ശേഷം കാണുവാനായിട്ട് സാധിച്ചെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുക. ജെയിംസ് പിതാവ് നമ്മുടെ രൂപതയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് പറഞ്ഞു, തോമാസ്ലിയുടെ കാലഘട്ടം മുതലുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, മുസരീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രൂപതയിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളായ ചെട്ടിക്കാട് പള്ളിയും പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രവും
അങ്ങനെ ഏറെ അറിയപ്പെടുന്ന ആത്മീയ നിറവുള്ള ഒരു രൂപത മക്കളാണ് നമ്മൾ എന്നുള്ള കാര്യം നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. വ്യക്തിപരമായിട്ട് കോട്ടപ്പുറം രൂപതയെ ഞാൻ ഉപയോഗിച്ച 2 അവസരങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2017 രൂപതയിൽ എല്ലാ വർഷവും ഉണ്ടാവുന്നത് പോലെ തന്നെ കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടായിരുന്നു. വചനപ്രഘോഷണ ധ്യാനം ഒരാഴ്ച നടക്കുന്നത്. അതിൽ 17 വട്ടയാൽ പിതാവിന്റെ ധ്യാനത്തിന് ഞാൻ ജസ്റ്റ് വീട്ടിലെ അപ്പനമ്മയും കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഒരു ദിവസം പോയതാണ് ധ്യാനത്തിന്. അന്ന് വട്ടയാലച്ചൻ ധ്യാനത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സെന്റ് മിഖായൽ മാലാഖയുടെ സംരക്ഷണത്തിലുള്ള ഈ സ്ഥലത്ത് ജനങ്ങൾ ഒത്തുകൂടുന്നതായിട്ട്, മിഖായൽ മാലാഖയുടെ സംരക്ഷണത്തിന്റെ അനുഭവം വലിയ ജനത അനുഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം ഒരു പ്രവചനം പോലെ പറയുകയുണ്ടായി. പിറ്റേ വർഷം 2018 നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തെ മുഴുവൻ മുക്കിയ വെള്ളപ്പൊക്കമായിരുന്നു. ഈ സമയത്ത് ഇതുപോലെ എൻ്റെ പാരൻസിനെ കാണുവാനായിട്ട് ഞാൻ ഗോതിരത്തിൽ വന്നു. എൻ്റെ ആശ്രമത്തിൽ പോയി. വെള്ളപ്പൊക്കം കാരണം തിരിച്ചു പോകാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ ഗോതിരത്തിൽ നിന്ന് ഒരു വള്ളം വഴി, ആലപ്പുഴയിൽ നിന്ന ഒരു വള്ളം വഴി കോട്ടപ്പുറം രൂപതയിൽ അവിടെ ക്യാമ്പിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 8-10 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയത് 14,000 പേർക്കുള്ള ഭക്ഷണമാണ് അന്ന് ഞങ്ങൾ തയ്യാറാക്കിയത്. ഏകദേശം ഒരു 20,000 പേരോളം ഈ കോട്ടപ്പുറം രൂപതയുടെ സെന്റ് ആൻസ് കോൺവെന്റ് സ്കൂളിലും രൂപതാ സ്കൂളിലും ITA പ്രദേശത്തും ആ പൊക്കമുള്ള കോട്ടപ്പുറം കോട്ടയുടെ പ്രസിദ്ധമായിട്ടുള്ള പൊക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ അഭയം പ്രാപിച്ചു എന്നുള്ള ഒരു സത്യമാണ്. പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ നമുക്ക് കുർബാന ചെല്ലണം, എല്ലാവരോടും ഇന്ന് ഞായറാഴ്ചയാണ്, കുർബാന ചെല്ലണം, എല്ലാവരോടും വരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് പലരോടും സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ നല്ലൊരു ഡ്രസ്സില്ല, നനഞ്ഞ നൈറ്റി ആയിട്ട് വന്ന ആ നൈറ്റിയാണ്, കള്ളി ഉണ്ടാണ്. അപ്പൊ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിതാവ് ഒരു കുഴപ്പമില്ല, ഉള്ളതുപോലെ വരാൻ പറഞ്ഞു. പലരും കള്ളിമുണ്ടിൽ വന്നു, നൈറ്റിയിൽ നമ്മുടെ അമ്മമാര് വന്നു കുർബാനയ്ക്ക്. അപ്പൊ പിതാവ് കുർബാനയ്ക്ക് കയറി കഴിഞ്ഞപ്പോ ഇങ്ങനെ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ രൂപതാ മക്കൾ ഈ വേഷത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഖണ്ഡമിടറിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രൂപതാ മക്കളെ എന്ന് വിളിച്ച് അവരെ അഭിസംബോധന ചെയ്തത് ഒരു 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 ഹൃദയസ്പന്ദനം പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ വട്ടയാലച്ചൻ പറഞ്ഞ ഒരുപക്ഷെ ഈ മിഖായൽ മാലാഖയുടെ സംരക്ഷണം ഈ ഒരു അവസരത്തിൽ അനുഭവിക്കുവാനായിട്ട് നമ്മൾക്കെല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സാധിച്ചു എന്നുള്ള വ്യക്തിപരമായി എനിക്കുണ്ടായ ഒരു അനുഭവം. അപ്രകാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ല ദിനത്തിൽ എനിക്ക് ആശംസിക്കുവാനായിട്ടുള്ള ഇതാണ്, നമ്മുടെ രൂപതാ കുടുംബത്തിൽ അംഗങ്ങളായ നമ്മൾക്കെല്ലാവർക്കും മിഖായൽ മാലാഖയുടെ മധ്യസ്ഥയിൽ ദൈവത്തിന്റെ സംരക്ഷണവും കൃപകളും ധാരാളം ഉണ്ടാകട്ടെ. നമ്മുടെ രൂപതാ മക്കൾ എന്ന നിലയിൽ അഭിമാനിക്കുവാനും നമ്മുടെ രൂപതയിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും പരസ്പരം സഹായിക്കുവാനും ഒന്നു ചേർന്ന് വളരുവാനും പ്രവാസി കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ശക്തമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിത്തറയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഒരവസരം കൂടിയായിട്ട് ഈ നമ്മുടെ കൂട്ടായ്മ മാറട്ടെ എന്ന് ഏറെ സന്തോഷത്തോടും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള വലിയ നന്ദിയോടും കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഈ കുടുംബ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കായിട്ട് ധാരാളം ദൈവാനുഗ്രഹങ്ങളും താങ്ക് യു ജെയിംസ് അച്ഛ. ഇനി ആശംസ അർപ്പിക്കുവാനായി നമ്മുടെ ഇടവക സെക്രട്ടറി ബ്രൗൺ ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമുകൾ
എല്ലാം പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതാണ്. എന്നാലും രണ്ട് വാക്ക് നിങ്ങളോട് പറയട്ടെ. നമ്മുടെ സദസ്സിലും വേദിയിലുമുള്ളവരുടെ ഹൃദയത്തിൽ ഒത്തിരി സ്നേഹവും ആലപ്പുഴ രൂപതയുടെ പിതാവ് വെരി റവറൻ ഡോക്ടർ ജെയിംസ് ആനപ്പറമ്പിൽ പിതാവ്, ഫാദർ, നമുക്കറിയാം നമ്മുടെ ഇടവകയുടെ പ്രിയങ്കരനായ ഇറ്റലിയുടെ നാഷണൽ കോർഡിനേറ്ററുമായ നമ്മുടെ പോൾ സണ്ണി അച്ഛൻ, ഫാദർ ജോൺ ആട്ടുപള്ളി, ഫാദർ ജെയ്സൺ, എൻ്റെ പ്രിയ സ്നേഹിതനും പാരിഷ് കൗൺസിലുമായ നമ്മുടെ പ്രിയപ്പെട്ട ജോബ് ശ്രാമ്പിക്കൽ, ഇവിടെ സ്വാഗതം പറഞ്ഞ രൂപ, എല്ലാവരെയും പരിചയപ്പെടുത്തിയ കൗൺസിൽ അംഗം പോൺസി, റിപ്പോർട്ട് വളരെ നന്നായിട്ട് വായിച്ച ജാസ്മിൻ, എല്ലാവർക്കും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും എല്ലാം ഇവിടെ പ്രകടിപ്പിച്ചു. എന്നിരുന്നാലും നിങ്ങളുടെ കോട്ടപ്പുറം രൂപതയുടെ ഈ ഒരു പ്രോഗ്രാം, ഇത് എനിക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനായിട്ടുള്ളത്, ഇന്ന് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് ഈ ദിവസം ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി സമ്മാനിച്ച ഈ ഒരു സുന്ദരമായ ദിവസം വരും നാളുകളിലെ നമ്മുടെ യുവാക്കൾക്ക്, ലത്തീൻ കത്തോലിക്കയുടെ യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നൽകുന്ന വലിയൊരു സമ്മാനം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വരും തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള നല്ല നല്ല ദിവസങ്ങൾ ഇനിയും നിങ്ങൾക്ക് സമ്മാനിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ബ്രോൺ. നന്ദിയുടെ 2 വാക്ക് പറയുവാനായി നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ജാക്കുലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഔപചാരികമായ ഈ ഒത്തുകൂടലിന് നന്ദിയുടെ 2 വാക്ക്. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ കോട്ടപ്പുറം രൂപതാ മക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമായ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുവാനായി എത്തിയ അഭിവന്യ പിതാവെ, അങ്ങയുടെ വിലയേറിയ സന്ദേശത്തിനും മുന്നോട്ട് പോകുവാനുള്ള ഊർജം പകർന്നു തന്നതിനും എന്റെയും കോട്ടപ്പുറം രൂപതാ മക്കളുടെയും പേരിൽ നന്ദിയുടെ വാടാമലരുകൾ. അടുത്തതായി എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട പോൾ സണ്ണി അച്ഛനാണ്. അച്ഛനാണ് ഈ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം നിന്ന് ധൈര്യം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ചാലക ശക്തിയായി വർത്തിച്ചത് എന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. അച്ഛന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഈ അവസരത്തിൽ ഈ സംഗമത്തിന്റെ സംഘാടകരുടെയും രൂപതയുടെയും പേരിൽ ഒത്തിരി നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി എനിക്ക് നന്ദി അർപ്പിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട OSJ വികാർ ജനറൽ ജോൺ ആട്ടുള്ളി അച്ഛനാണ്. അച്ഛന്റെ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഈ രൂപതാ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുവാനുള്ള ആത്മീയ ഉണർവ് അച്ഛന്റെ വാക്കുകളിലൂടെ പകർന്നു തന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ഇനിയും നന്ദി അർപ്പിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനാണ്. ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നിന്നുമാണ് ഇന്നിവിടെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നത്. നല്ല നല്ല വാക്കുകളാൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് അച്ഛന് കോട്ടപ്പുറം രൂപതാ മക്കളുടെ പേരിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി എനിക്ക് നന്ദി അർപ്പിക്കുവാനുള്ളത് മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട പോൾ സണ്ണി അച്ഛനാണ്. തിരി തെളിയിച്ച് സംഗമത്തെ പ്രകാശപൂർണമാക്കുവാൻ എത്തിയ സിസ്റ്റർ സെലിനെ കോട്ടപ്പുറം രൂപതാ മക്കളുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ രൂപതാ സംഗമത്തെ തന്റെ സാന്നിധ്യം കൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും വേദിയിലിരിക്കുന്ന പാരിഷ് സെക്രട്ടറി ആന്റണി ബ്രൗണിനെ ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നു. ഇനിയും നന്ദി അർപ്പിക്കുവാനുള്ളത് കോട്ടപ്പുറം രൂപതയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന രൂപതാ കൂട്ടായ്മയുടെ ജീവിതാത്മാവും പരമാത്മാവും
എല്ലാവർക്കും സമ്മതനും സെക്രട്ടറിയുമായ മിസ്റ്റർ ജോബ് സാബ്രിക്കലിനാണ്. അദ്ദേഹത്തിന്റെ നിസ്തുലമായ പ്രവർത്തനത്തിന് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. അവസാനമായി നമ്മുടെ സംഗമത്തെ ബലപ്പെടുത്തുവാനായി നമ്മുടെ ക്ഷണം അനുസരിച്ചെത്തിയ എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും കോട്ടപ്പുറം രൂപതാ മക്കളുടെ പേരിൽ നന്ദിയുടെ റോസാപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തതായി കലാപരിപാടികളാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേജ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹലോ, ആരും മൈൻഡ് ചെയ്യണല്ലോ നന്നായിട്ട്. ഞാൻ ഒരു കുട്ടിയായിരുന്നോണാ. എന്നാ മൈൻഡ് മാറ്റിക്കോട്ടാ. ഞാന് ഇപ്പൊ അടിച്ചു പൊളിക്കാൻ പോയെ. അപ്പോ ഹായ് കോട്ടപ്പുറം രൂപത, എല്ലാവരും സെറ്റല്ലേ? സെറ്റാണെങ്കിൽ നന്നായിട്ട് കൈയടിച്ചോ, നന്നായിട്ട്. സെറ്റ് ആണെങ്കിലും അല്ലേലും നിങ്ങളെ സെറ്റാക്കാനായി ഇവിടെ തീപ്പൊരി ടീം ഒരു അടിപൊളി ഡാൻസ് ആയിട്ട് വരാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോ ലെറ്റ്സ് വെൽക്കം ജിവൽ ആൻഡ് സിൻഡ്രല്ല ഫോർ ദ ഫസ്റ്റ് ഡാൻസ്. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. Praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fact. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. What a wonderful performance, Jewel and Cinderella. Thank you. കോട്ടപ്പുറം എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? എന്നാ ഒരു കയ്യടി കൊടുത്തേക്ക്. അപ്പോ അടുത്തത് നമ്മ ഇൻവൈറ്റ് ചെയ്യാൻ പോണത് മദേഴ്സ് ടീമാണ്. വിത്ത് ദ മെമ്പേഴ്സ് ഹാപ്പി ജോൺസൺ, അജിത ജോബ്, സസ്മി സെൻ, മീര ജോജോ, വിൻസി സാജു, പ്രിയ ഷിജു, മേരി വന്ദന, ഫോൻസി പോൾ, ജാക്കുലിൻ മിൽട്ടൺ. Please come to the stage.
Angeline, Bea, Sean, Fedriel, Shoel, David for the dance performance.
മാധവനം ഹൃദരാഗം ചൂടി മാധവനം मेरे बीच में तेरे मेरे बीच में അനുരാഗിണി ഇരായൻ കരളിൽ വിരിഞ്ഞ ചിത്രത്തിലെ ഹൃദയസ്പർശിയായ ഒരു മധുര മനോഹര ഗാനവുമായി നമ്മെ യൗവനത്തിലേക്ക് നയിക്കുവാൻ എത്തുന്നു മിസ്റ്റർ ജേസൺ ഗോദുരുത്ത്. ഒരു
മധുരത്തിനാവില്ലോ കുടമുല്ല പൂവിരിഞ്ഞോ അതിനായിരം ആശകളാലൊരു പൊന്മലരീ കണ്ടു ഞാൻ മലരേ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം വാക്കുകളായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അഭിവന്ദ്യനായ ആനാപ്പറമ്പിൽ പിതാവെ, ബഹുമാന്യരായ വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട കോട്ടപ്പുറം രൂപതാംഗങ്ങളെ, നമ്മളിന്ന് ഒരു സുന്ദരമായ നിമിഷത്തിൻ്റെ നിർവൃതിയിലാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന ആദ്യ സംരംഭമാണ്. ഇന്നേ ദിവസം നമ്മുടെ കൂട്ടായ്മയുടെ തുടക്കം ഉദ്ഘാടനം ചെയ്യുവാനും ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന അഭിവന്ദ്യ ആനാപ്പറമ്പിൽ പിതാവിന് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നേ ദിവസം ഇത്രയും സുന്ദരമാക്കുവാൻ നമ്മോടൊപ്പം നിന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ വികാരി അച്ഛൻ. സ്നേഹമുള്ള പോൾസണ്ണി അച്ഛ,
ഇന്നത്തെ പരിപാടിയിൽ ഞങ്ങളോടൊപ്പമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു സന്ദേശം നൽകി ഈ കൂട്ടായ്മയെ സ്നേഹത്തിൻ്റെ നിറവിലാക്കിയ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കോട്ടപ്പുറം രൂപതയുടെ പേരിലുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജോൺ ആട്ടുള്ളി അച്ഛൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ പരിപാടികളിലും അച്ഛൻ്റെ സർവ്വസാന്നിധ്യം ഉണ്ടാകാറുണ്ട്. സ്നേഹം നിറഞ്ഞ അച്ഛ, അങ്ങയുടെ സാന്നിധ്യത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനും ഈ യോഗം അനുഗ്രഹീതമാക്കിയതിനും കോട്ടപ്പുറം രൂപതയുടെ പേരിൽ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അർപ്പിച്ച നമ്മുടെ കോട്ടപ്പുറം രൂപതയിലെ ഫാദർ ജെയ്സൺ കൈമാതുരുത്തിയും പാരിഷ് കൗൺസിൽ സെക്രട്ടറി ബ്രൗണിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ സന്യാസ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിന് ദീപം കൊളുത്തിയ സിസ്റ്റർ സെലീൻ കല്ലറക്കലിനെ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഇവിടെ എത്തിയ എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും, ബ്രദേഴ്സിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ ആദ്യമായി അറിയിച്ചത് നമ്മുടെ സ്വന്തം പിതാവായ അഭിമന്യ അബ്രോസ് പിതാവിനെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് പിതാവ് നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് സ്വീകരിച്ചത്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിരുന്നു. സ്നേഹം നിറഞ്ഞ പിതാവേ, ഈ അവസരത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. ഞങ്ങൾക്ക് നൽകിയ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിന് ഞങ്ങളുടെ കോട്ടപ്പുറം രൂപതയുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിന്റെ പബ്ലിസിറ്റി ജോലി തിരക്കിനിടയിലും വളരെയധികം വൈഡാക്കി മനോഹരമാക്കിയ നമ്മുടെ സ്വന്തം ജോജോ സെബാനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമും അതുപോലെ തന്നെ പോളിന്റെ മകൻ ഡിറ്റോ നമുക്ക് ഒത്തിരിയേറെ ഈ പരിപാടിയുമായി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പോളിന്റെ മകൻ ഡിറ്റോയ്ക്കും ഈ സന്ദർഭത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി ആശംസകൾ അർപ്പിച്ച എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും, കലാകാരന്മാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ ഈ സംഗമം ഇത്രയും വിജയത്തിലെത്തിക്കുവാൻ അവരുടെ ജോലി തിരക്കിനിടയിൽ പോലും വളരെ കഠിനാധ്വാനം ചെയ്ത 6 പേരുണ്ട്. അവരുടെ പേരുകൾ ഈ അവസരത്തിൽ പറയാതെ വയ്യ. രൂപ, സസ്മി, ജാക്വിലിൻ, ഫോൺസി പോൾ, സിജി സിക്സൺ എന്നിവരെ കോട്ടപ്പുറം രൂപതയുടെ പേരിൽ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കൾച്ചർ പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ജോജോസഫാന്റെ ഭാര്യയായ മീരയാണ്. മീരയ്ക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷന് നേതൃത്വം നൽകിയ ബിനുവിനോടൊപ്പം ഉണ്ടായിരുന്ന ജോയലിനും അവരുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ക്രമീകരിച്ചത് ജോസഫ് വലിയവർമ്മന്റെയും പോളിന്റെയും അതുപോലെ തന്നെ ആന്റണിയുടെയും നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒത്തിരിയധികം സാധനങ്ങൾ നാട്ടിൽ നിന്നും എത്തിക്കുന്നതിന് വേണ്ടിയും അതിന് നേതൃത്വം നൽകിയ ഫ്രാൻസിസ് ചേട്ടനും ജാക്വലിന്റെ അനുജത്തി റോസിലിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ വളരെ മനോഹരമായ ലൈവ് ഓർക്കസ്ട്രയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ക്രിസ്റ്റിയുടെ കൂടെയുള്ള സാജുവിനും ജിജിക്കും അതുപോലെ തന്നെ ആന്റണിക്കും
സൗണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിജോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഗിറ്റാർ വായിക്കുന്ന ഗിരീഷിനും ഗായകരായ ഷിബുവിനും ജെയ്സനും സൗമ്യ, ബിനു, സസ്മി എല്ലാവർക്കും നമ്മളെ വളരെ മനോഹരമാക്കി തീർത്ത ഈ ലൈവ് ഓർക്കസ്ട്രയ്ക്ക് നേതൃത്വം കൊടുത്ത ക്രിസ്റ്റിക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾക്കറിയാം, നല്ലൊരു സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നമുക്ക് ഒരുക്കി കുഞ്ഞുമോൻ ചേട്ടൻ തന്നത്. കുഞ്ഞുമോനെ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഒത്തിരി നമുക്ക് നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുമാണ് അദ്ദേഹം നമുക്ക് ഈ ഭക്ഷണവും ഇവിടുത്തെ സൗണ്ടും നമുക്ക് ഒരുക്കി തന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് ഈ ഓഡിറ്റോറിയം അനുവദിച്ചു തന്ന ഇവിടുത്തെ ഡയറക്ടർ അച്ഛനും അതുപോലെ തന്നെ വൈസ് ഡയറക്ടർ ജോബി അച്ഛനും ബ്രദർ അജിൻ, മറ്റു ബ്രദേഴ്സ് എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. കൂടാതെ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോർ ഗ്രൂപ്പിന്റെ ഓരോ അംഗങ്ങൾക്കും അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയിൽ നിന്നും വന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും കോട്ടപ്പുറം രൂപതയുടെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.